السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നാം എല്ലാവരും മദ്രസ ക്ലാസുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള പലപ്പോഴും കേട്ടിട്ടുള്ള പ്രബലമായ ഒരു ഹദീസുണ്ട്. لا ينظر الله إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم. അള്ളാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ ഒന്നും അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു തആലയുടെ നോട്ടം എന്നുള്ള ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമുള്ള ഹൃദയത്തെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയുക? എന്തുകൊണ്ടാണ് ഈ ഹൃദയം ഇത്രയേറെ മോശമായി പോകുന്നത്? ഹൃദയത്തിന് കുറെ രോഗങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. പിന്നെ ഹസദ്, ഗീബത്ത്, അതുപോലെ റിയാ, ഉജുബ്, ഇതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന അസുഖങ്ങളാണ്, ഹൃദയ രോഗങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഹൃദയം മോശമായി കഴിഞ്ഞാൽ ഒരാളുടെ ശരീരം എല്ലാം ഭംഗിയുണ്ട്, കാണാൻ കൊള്ളാം, എപ്പോഴും സുഗന്ധം പൂശിയിട്ടാണ് നടക്കുക, കണ്ടാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഹൃദയം വളരെ മോശമാണ്. എന്നാൽ അള്ളാഹു അവനിലേക്ക് നോക്കൂല എന്നാണ്. നേരെ മറിച്ച് കാണാൻ അല്പം സൗന്ദര്യം കുറവാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, എങ്കിലും ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഹദീസ് അള്ളാഹു താല രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ ഭാവങ്ങളിലേക്കോ ഒന്നും നോക്കൂല, ഹൃദയത്തിലേക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ നോട്ടം. അപ്പോ അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമുള്ള ഹൃദയം അത്രയേറെ പെർഫെക്റ്റ് ആയിരിക്കണം. അതിനെ എപ്പോഴും കാത്തു സൂക്ഷിച്ച് ഒരു മാലിന്യം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അതിനെ നമ്മൾ കൊണ്ടു നടക്കണം. അതാണ് ഹൃദയത്തിന്റെ ആ ശുദ്ധിയായി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം അതാണ്. ഒരു പാപക്കറകളോ ഒരു മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിലുണ്ട്, ഇദാ അദ്നബ അന്നൽ അബ്ദ ഇദാ അദ്നബ, തീർച്ചയായിട്ടും ഒരു അടിമ ഒരു തെറ്റ് ചെയ്യുമ്പോ നുകിത്തത്ത് ഫീ ഖൽബിഹി നുക്തത്തൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമെന്നാണ്, ഒരു കറുത്ത പുള്ളി. ഒരാള് ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. രണ്ട് തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ രണ്ട് കറുത്ത പുള്ളികൾ ഹൃദയത്തിൽ വീഴുന്നു. അങ്ങനെ തെറ്റിലൂടെ സഞ്ചരിക്കുന്ന 10, 20, 50 ഒക്കെ തെറ്റുകൾ ദിവസേന ചെയ്യുന്നവർക്ക് ഹൃദയത്തിൽ അത്രയും തന്നെ പുള്ളികൾ, കറുത്ത പുള്ളികൾ വീഴുകയാണ്. അപ്പൊ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം കറുത്തിരണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഇപ്പൊ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഹൃദയം കറുത്തുപോകും. തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഹൃദയം ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കുകയാണ്, കറുത്ത് അവസാനം അള്ളാഹുവിന്റെ നൂറ് പ്രകാശം പോലും കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹൃദയം മാറിപ്പോകുമെന്നാണ്. മുഅ്മിനിന്റെ ഹൃദയം, വിശ്വാസികളുടെ ഹൃദയം ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹൃദയം മലിനമാകാൻ കാരണമാകുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മഹാനവറുകൾ. ഹൃദയം മലിനപ്പെടുത്തുന്ന, ഹൃദയം മാലിന്യമായി പോകുന്ന, ഹൃദയം കഠിനമായി പോകുന്ന കുറെ കാരണങ്ങളെ മഹാനവറുകൾ എണ്ണിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത് യദ്രിബൂന ബിറജാഇ തൗബത്തി, മനുഷ്യൻ തൗബയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പാപങ്ങൾ ചെയ്യും എന്നതാണ്. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു താല പുറത്തു തരും എന്ന വിശ്വാസത്തിൽ തൗബ ചെയ്യാലോ, എന്ത് ചെയ്താലും റബ്ബ് തൗബയെ സ്വീകരിക്കുന്നവനാണല്ലോ എന്ന് കരുതിയിട്ട് തെറ്റിലൂടെ സഞ്ചരിക്കുന്നവർ, ഇത് ഹൃദയം കറുത്തുപോയവന്റെ അടയാളമാണ്, ലക്ഷണമാണ്, ഹൃദയം മലിനപ്പെട്ടു പോയവന്റെ ലക്ഷണമാണ് എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാം. അല്ലെ, പലരും അങ്ങനെയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരും. റമദാനില് ഒരു 27-ാം രാവുണ്ട്, അവിടെ പള്ളിയില് എഴുത്തിക്കാഫും തൗബയുടെ മജ്‌ലിസ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ കയറി തെറ്റ് തൗബ ചെയ്യുക, വീണ്ടും ഒരു വർഷം തെറ്റ് ചെയ്യുക, പിറ്റേ വർഷത്തെ റമദാനിൽ തൗബ ചെയ്യുക. അങ്ങനെയല്ല. തൗബ എന്ന് പറയുന്നത് അതിന്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് അള്ളാഹുവേ ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടെ
ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദത്തോടെ മടങ്ങലാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ദൃഢം ചെയ്യലാണ് മനസ്സിന്റെ ഉള്ളിൽ. അതാണ് തൗബ എന്ന് പറയാ. ഇത് അള്ളാഹു തൗബ ചെയ്തു തരും എന്ന ആ ഒരു ഉറപ്പിന്റെ മേല് നിരന്തരമായി തെറ്റ് ചെയ്യുക. ഇത് ഹൃദയം കറുത്തുപോയവന്റെ, ഹൃദയം മലിനമായി പോയവന്റെ ലക്ഷണമായിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എണ്ണാണ്. രണ്ടാമത് മഹാനവറുകൾ പറയുന്നത് വയതഅല്ലമൂനൽ ഇൽമ വലം യഅമലൂന ബിഹി. അറിവ് ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണമെന്ന് അറിയാം, അത് സമയത്ത് തന്നെ നിർവഹിക്കപ്പെടണമെന്ന ബോധ്യമുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. അറിവുണ്ട്, പക്ഷെ അറിവനുസരിച്ച് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇത് ഹൃദയം കാഠിന്യമായവന്റെ, ഹൃദയം മലീമസമായി പോയവന്റെ ലക്ഷണമായിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാം. മഹാനവറുകൾ മൂന്നാമത് പറയുന്ന കാര്യം വൈദാ അമലു ലാ യഖ്ലുസൂന. ചെയ്യില്ല, പക്ഷെ എന്നാൽ ഇനി എങ്ങാനും ചെയ്താലോ അതിലൊട്ടും ഇഖ്ലാസും ഉണ്ടാവില്ല. ആരെയൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാരും ജുമാക്ക് പോവല്ലേ പള്ളിയിൽ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ പോവാ, എങ്ങനെ പോവാതിരിക്കുക, ഈ ചിന്ത. എല്ലാരും തലമറയ്ക്കുന്നുണ്ട്, ഞാൻ മാത്രം എങ്ങനെ തല തുറന്നിട്ട് നടക്കാനാണ്, ഈ ഒരു ചിന്ത. ചെയ്യും, പക്ഷെ ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഇല്ലാത്ത പ്രവൃത്തി. ഇത് ഹൃദയം കാഠിന്യമായി പോയവന്റെ ലക്ഷണമായിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു എണ്ണുന്നുണ്ട്. നാലാമത്തത് വയക്കുലൂന റിസ്ഖല്ലാഹി തആല വലാ യശ്കുറൂന ലില്ലാഹ്. അള്ളാഹു തന്നത് മുഴുവനും ഭക്ഷിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നില്ല. അള്ളാഹു തരാത്തതായിട്ട് നമുക്കൊന്നുമില്ല. ഇവിടെ പ്രത്യേകമായിട്ട് മഹാനവറുകൾ പരാമർശിച്ചത് ഭക്ഷണവും വെള്ളവുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ ഭക്ഷണം. ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കാനും കുളിക്കാനും കിട്ടിയില്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാലേ ആ വെള്ളത്തിന്റെ വില, ആ ഭക്ഷണത്തിന്റെ വില നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഇനി ഭക്ഷണം ധാരാളമായിട്ടുണ്ട്, പക്ഷെ ഒരിറക്ക് തൊണ്ടക്കുഴിയിൽ നിന്ന് അകത്തേക്ക് ഇറക്കാൻ കഴിയാത്ത എത്രയോ രോഗികളുണ്ട്. തൊണ്ടക്കുഴിയിൽ ക്യാൻസർ ബാധിച്ച, ആമാശയത്തിന് മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ബാധിച്ച എത്രയോ രോഗികൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അവർക്ക് കഴിക്കാനും കുടിക്കാനുമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഹസൻ ബസ്രി തങ്ങൾ പറയാണ് വയഅ്കുലൂന റിസ്ഖല്ലാഹി, അള്ളാഹുവിന്റെ റിസ്ഖിനെ ആവോളം ഭക്ഷിക്കും, പക്ഷെ വലാ യശ്കുറൂന ലില്ലാഹ്, അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമയാകുന്നില്ല. ഇത് ഹൃദയം കറുത്തുപോയവന്റെ ലക്ഷണമാണ്. ഒരു തുള്ളി, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു റക്ക് വെള്ളം തൊണ്ടക്കുഴിയിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയൽ നന്ദിയാണ്. അത് റബ്ബിനോടുള്ള നന്ദിയാണ്. ആ വെള്ളം തരുകയും ഒരു തടസ്സങ്ങളുമില്ലാതെ തൊണ്ടയിലൂടെ അത് ആമാശയത്തിലേക്ക് എത്തിപ്പെട്ടു എന്നതിന്റെ നന്ദി സമർപ്പണമാണ് അൽഹംദുലില്ലാ എന്ന് പറയൽ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര സുന്നത്ത് നമുക്ക് പാലിക്കപ്പെടാൻ കഴിയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാല്, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയാണ്, ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയാ, ഇത് സുന്നത്താണ്. ഇരുന്ന് കുടിക്കൽ സുന്നത്താണ്. വെള്ളത്തിലേക്ക് നോക്കണം, കുടിവെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്താണ്. ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഊതാതിരിക്കുക, ഊതാതിരിക്കൽ സുന്നത്താണ്. ഇതൊക്കെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുന്നത്തായ കാര്യങ്ങളാണ്. പിന്നെ ശ്വാസം വിടാതിരിക്കുക, കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടാതിരിക്കൽ സുന്നത്താണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സുന്നത്തുകളല്ലേ. പിന്നെ ഓരോ ഇറക്ക് വെള്ളമായിട്ട് കുടിക്കുക. ഒട്ടകം കുടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ കുടിക്കുന്നത് പോലെ ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കാതെ ഓരോ ഇറക്ക് വെള്ളമായിട്ട് കുടിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്. അവസാനം അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു റക്ക്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതെ പോയ എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരെക്കാളും ഒക്കെ അല്ലാഹു തആല നമ്മളെ പദവിയിൽ അനുഗ്രഹങ്ങൾ തന്ന് നിലനിർത്തിയതിന് പകരം ഒരു അൽഹംദുലില്ലാ പറയണം. ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ പോലും ഇത്രയേറെ സുന്നത്തുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ മുമ്പിൽ എത്രയോ നമ്മൾ നന്ദിയുള്ളവരാകണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹൃദയം കടുത്തുപോയവന്റെ അടുത്ത ലക്ഷണമായിട്ട് മഹാനവറുകൾ പറയുന്നത് വലാ യർലൗന ലിഖിസ്മത്തില്ലാ,
അള്ളാഹു തആല കൊടുക്കുന്ന ഒരു കാര്യത്തിലും തൃപ്തിയില്ല. വീട് കൊടുത്തു, ഐഷ് ഈ വീട് ചെറിയ വീട്, അവന്റെ വീട് അയൽവാസിയുടെ വീട് വലിയ വീടാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ വെച്ചത് 2 നിലയാണ്, എനിക്ക് മാത്രം 1 നില വീട്. കിട്ടിയ അനുഗ്രഹത്തിന് ശുക്ർ രേഖപ്പെടുത്തുക എന്നതല്ലാതെ അള്ളാഹു കൊടുത്തതിൽ തൃപ്തിയില്ലാത്ത ഒരവസ്ഥ. എത്ര കിട്ടിയാലും തൃപ്തിയില്ല. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ കാഠിന്യം ബാധിച്ചു പോയ, ഹൃദയം കറുത്തിരുണ്ടു പോയവന്റെ അടയാളമായിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു എന്നാണ് മഹാനവറുകൾ 6ാമതായിട്ട് പറയുന്നത്. വയദ്ഫനൂന മൗതാക്കും വലാ യുഅ്തബറൂൻ. എത്രയോ മയ്യിത്തുകളെ നമ്മൾ മറമാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മയ്യിത്തിനെ സംസ്കരിക്കുന്ന ഖബർസ്ഥാനിൽ നമ്മൾ ഹാജരായിട്ടുണ്ട്, മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ വലാ യുഅ്തബറൂൻ, അതിൽ നിന്നൊന്നും ഗുണപാഠം പഠിക്കുന്നില്ല. നാളെ ഞാനും ഇതുപോലെ പോയി കിടക്കേണ്ടവനാണ്, എന്റെ ജനാസ കാണാനും മറ്റുള്ളവൻ വരേണ്ടവനാണ്, ഒരിക്കൽ ഞാനും മരിക്കും, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടി വരും എന്ന ഗുണപാഠം നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽവാസിയിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ മരണം നടക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് ഞാനും നാളെ വിട പറയേണ്ടവനാണ് എന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും ഗുണപാഠവും നമുക്കത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കറുത്തുപോയി, നമ്മുടെ ഹൃദയം മലിനമായി പോയി എന്നതിന്റെ അടയാളമാണ് എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഈ എണ്ണപ്പെട്ട 6 അടയാളങ്ങൾ, 6 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഉറപ്പിക്കുക, നമ്മുടെ ഹൃദയം കറുത്തു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തനി തങ്കം പോലെ കാത്തു സൂക്ഷിക്കേണ്ട, യാതൊരു വിധത്തിലുള്ള അഴുക്കുകളും പുരളാതെ നമ്മൾ കൊണ്ടു നടക്കേണ്ട അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. കാരണം റബ്ബിന്റെ നോട്ടം ലാ യൻദുറു, ആദ്യമോദി ഹദീസ് അതാണ്, ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, അള്ളാഹ് നോക്കുന്നത് മനസ്സിന്റെ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് ഹൃദയത്തിനെ ശുദ്ധിയാക്കുക. ഹൃദയത്തെ ശുദ്ധിയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളിലൂടെയാണ് റമദാനിന്റെ രാപകലുകളിലൂടെയാണ്. വിദ്വേഷങ്ങളില്ലാത്ത, വെറുപ്പില്ലാത്ത, കുശുമ്പും കുന്നായ്മ ഒന്നും ഇല്ലാത്ത രാപകലുകളിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. പരമാവധി ഇങ്ങനെ തന്നെ നോമ്പ് കഴിഞ്ഞാലും രാപകലുകളെ ഹൃദയശുദ്ധിയോടുകൂടി സ്വീകരിക്കാനും അതനുസരിച്ച് നന്മ ചെയ്യാനും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഹൃദയശുദ്ധിയോടെ ജീവിച്ച് ഹൃദയശുദ്ധിയോടെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുന്ന സ്വർഗത്തിൽ ചേരുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ദുആവസിയ്യത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.